സഞ്ചാരി, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കാണാൻ നിങ്ങൾ തയ്യാറാണോ? നമുക്ക് ചുറ്റും വർണ്ണച്ചിറകുകൾ വീശി പാറി നടക്കുന്ന ഒരു ചിത്രശലഭത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? അത് കണ്ടോ, ഒരു ചിത്രശലഭം അവളുടെ മുട്ടയെ ആ ഇലയിൽ ഒളിപ്പിക്കുന്നത്. അവൾ പറന്നുപോയി. ഇനിയാണ് ഈ മുട്ടയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഇവനെ കണ്ടോ, ഇവനാണ് ലാർവ. ആ മുട്ടയിൽ നിന്നാണ് അവൻ പുറത്തു വന്നത്. മുട്ട പൊളിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് ആകെ ഒരു ജോലിയേ ഉള്ളൂ: വേണ്ടത്ര ഭക്ഷണം കഴിക്കുക, അതിവേഗം വളരുക. അത് മാത്രമാണ് അവന്റെ തൊഴിൽ. വിശ്രമമില്ലാത്ത ഭക്ഷണത്തിലൂടെ ലാർവ അതിവേഗം വളരുന്നു. അതിന്റെ ശരീരം വലുതാകുന്നതനുസരിച്ച് പലതവണ പുറംതൊലി ഉരിഞ്ഞു മാറുന്നു. ഓരോ തവണയും അത് കൂടുതൽ വലുതും ശക്തനുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, പുതിയൊരു മാറ്റമാണ്. ആ മാറ്റത്തിൽ അവൻ അവന്റെ മുട്ടയുടെ 100 ഇരട്ടി ശരീരഭാരം വർദ്ധിപ്പിക്കും. അതിനുശേഷം സുരക്ഷിതമായ ഒരു താവളം കണ്ടെത്തും. അവിടെ അവൻ തൂങ്ങിക്കിടക്കും. ആ തൂങ്ങിക്കിടക്കുന്നത് അവന് കട്ടിയുള്ള ഒരു പുറന്തോട് നിർമ്മിക്കാനാണ്. അവൻ അങ്ങനെ ആ കട്ടിയുള്ള പുറന്തോട്, ഒരു ഷെല്ല് നിർമ്മിക്കാൻ ആരംഭിക്കുകയാണ്. ആ ഷെല്ലിനെ നമ്മൾ പ്യൂപ്പ എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, പ്യൂപ്പ. ഇതിന്റെ പുറന്തോടിന് നല്ല കട്ടിയാവുന്നത് വരെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് പ്യൂപ്പ. ഇപ്പൊ നമുക്ക് അതിനുള്ളിൽ ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? ഇതാ ലാർവയാണോ അതിൻ്റെ ഉള്ളിൽ? ആണോ? അല്ലല്ലോ. എന്തോ ഒരു മാറ്റമുണ്ട്. ഒരു പുതിയ ജീവിതമാണല്ലേ അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കി, അത് പതിയെ അനങ്ങുന്നുണ്ട്. അതിനുള്ളിൽ എന്തോ ഉണ്ടല്ലോ. എന്താണത്? അത് പുറത്തു വരാൻ നോക്കുകയാണ്. ഇനി അധികം സമയമില്ല. നമ്മുടെ ചിത്രശലഭം അവന്റെ കാലുകൾ ഉപയോഗിച്ച് ആ കട്ടിയുള്ള പ്യൂപ്പയെ പൊളിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവൻ പൂർണ്ണമായി റെഡിയായി കഴിഞ്ഞു. ഇനി പുറത്തോട്ടുള്ള വരവാണ്. കണ്ടോ, അവൻ പുറത്തോട്ട് വന്നു. അവന്റെ ചിറകുകൾ നനഞ്ഞൊട്ടിയിരിക്കുകയാണ്. അതെല്ലാം അവൻ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കും. സൂര്യപ്രകാശത്തിൽ ചിറകെല്ലാം ഉണങ്ങിയപ്പോൾ അവൻ എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഇങ്ങനെയാണ് ലോകത്തിലേക്ക് ചിത്രശലഭം വരുന്നത്. മുട്ടയിൽ നിന്ന് ലാർവ, ലാർവയിൽ നിന്ന് പ്യൂപ്പ, പ്യൂപ്പയിൽ നിന്ന് മനോഹരമായ ഒരു ചിത്രശലഭം. ഇനി അവൻ അവന്റെ മാജിക് തുടരുകയാണ്. അവൻ ആകാശത്തിലേക്ക് പറന്നുയരും. അതിനുശേഷം ഈ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. Keep exploring, keep discovering, and we'll see you on the next adventure.